ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം തള്ളി മരിച്ച റീജിത്തിന്റെ കുടുംബം ഡോക്ടർ വേണുഗോപാൽ നേരിട്ടൊരു കാര്യവും ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിച്ചിട്ടില്ല എന്നും PG ഡോക്ടർമാരാണ് ചികിത്സ നൽകിയതെന്നും വ്യക്തമാണെന്നും റീജിത്തിന്റെ ഭാര്യ സഹോദരൻ ഷിബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വീട്ടിലെത്തി ഡോക്ടർക്ക് പണം നൽകിയാൽ രോഗിയെ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും മറ്റ് രോഗികൾ പറഞ്ഞു. വീട്ടിലെത്തി കണ്ടപ്പോൾ ഫീസിന് പുറമെ 5000 രൂപയും വാങ്ങി. 10 മാസമായിട്ട് മുറിവുണങ്ങിയില്ല. അതിനുവേണ്ടി ലേസർ ചികിത്സ ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. 2015-ൽ സർജറി ചെയ്തെടുത്ത് വീണ്ടും സർജറി ചെയ്തു. ആദ്യം സർജറി ചെയ്ത ഡോക്ടറെ കണ്ടപ്പോൾ അവിടെ തന്നെ വീണ്ടും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നിർദ്ദേശിച്ചു. മെഡിക്കൽ പ്രിൻസിപ്പൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ വിശ്വസിക്കുന്നുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഷിബു പറഞ്ഞു. ഷിബുവിന്റെ വാക്കുകളിലേക്ക്. 2 വൃക്കയും തകരാറിലായിക്കൊണ്ട് വൃക്ക മാറ്റി വെക്കാനല്ലേ ഡോക്ടർ നിർദ്ദേശിക്കേണ്ടത്. അവർ കിഡ്നി കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കല്ലെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചികിത്സാ പിഴവില്ലാതെ ഈ 10 മാസം എന്തെങ്കിലും മുറിവുണങ്ങണ്ടേ, മുറിവുണങ്ങി പഴുപ്പ് മാറ്റണ്ടേ. നേരിട്ട് അസിസ്റ്റന്റുമാരാണ്. ഡോക്ടർ ഇതുവരെ നേരിട്ട് വന്നൊരു കാര്യവും സംസാരിച്ചില്ല, ഒരു കാര്യവും സംസാരിക്കില്ല. ബൈസ്റ്റാൻഡർമാരോട് ഒന്നും സംസാരിക്കില്ല. ആ ഡോക്ടറെ കീഴിൽ 4 അസിസ്റ്റന്റ് ഡോക്ടർമാരുള്ളത്. അവർ 4 അല്ല ചെയ്ത്. ഈ പറഞ്ഞ ഈ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്ത ഡോക്ടറുടെ പേരില്ല. അപ്പം PG ഡോക്ടർമാരാണ് ചെയ്തത്. അവർക്ക് വന്ന പിഴവാണ് അത്. ഇവരിപ്പോൾ സമ്മതിക്കാതെ ഹോസ്പിറ്റലിൻ്റെ സ്ഥിരം നമ്പറാണല്ലോ അത്. അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2020 ആഗസ്റ്റ് 6-ന് ശേഷം ഈ വേദനയും പഴുപ്പും മാറാതായപ്പോൾ അടുത്ത ബെറ്റിലെ ആൾക്കാർ പറഞ്ഞതാണ്, നിങ്ങൾ വീട്ടിൽ പോയി പൈസ കൊടുത്തിനോ എങ്കിലും ഡോക്ടർ വേണ്ട പോലെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അന്നത്തെ ഫീസും വാങ്ങിച്ചു. ഇയാൾ 5000 രൂപ എണ്ണി വാങ്ങിക്കുകയും ചെയ്തു. നിയമമായിട്ട് മുന്നോട്ട് പോകും. നിയമമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മുബാറക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുബാറക്ക്, കുടുംബത്തിന്റെ ആരോപണം ഗൗരവതരമാണ്. ഇപ്പോൾ നിലവിൽ കുടുംബത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ, ഒപ്പം ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മുബാറക്ക്. സേതു, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ റീജിത്തിന്റെ മരണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരണവും അതുപോലെ കുടുംബത്തിന്റെ ഈ ചികിത്സാ പിഴവ് ആരോപണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഈ ഇൻചാർജിലുണ്ടായിരുന്ന സൂപ്രണ്ട് അടക്കം അതുപോലെ തന്നെ ഈ യൂറോളജി വിഭാഗം പ്രൊഫസർ അടക്കം നൽകിയ വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിശദീകരണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് റീജിത്തിന്റെ കുടുംബം എന്നുള്ളതാണ്. ഒന്നാമതായി പറയുന്നത്, അതായത് ഈ വൃക്കകൾ തകരാറിലായിരുന്നു, അതായത് ക്രിയാറ്റിൻ ലെവൽ അധികമായിരുന്നു, വൃക്കകൾ തകരാറിലായിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് കുടുംബത്തിനെ കൃത്യമായി അറിയിച്ചില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർ വേണുഗോപാൽ കുടുംബവുമായി ഒരു കാര്യവും സംസാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റു ഡോക്ടർമാരാണ് കുടുംബവുമായി സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും കുടുംബത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അതായത് ഈ കുടുംബം, അതായത് ഈ വേണ്ട രീതിയിൽ പരിചരണം കിട്ടാതായതോടെ രോഗികൾ വീട്ടിലെത്തി ഈ ഡോക്ടറെ നേരിൽ കണ്ട് കൈക്കൂലി നൽകിയാൽ അതായത് കൂടുതലായി പരിചരണം ലഭിക്കും എന്നുള്ള ഒരു കാര്യം ഈ രോഗികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തി കണ്ടു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അങ്ങനെ വീട്ടിലെത്തി കാണുന്ന സമയത്ത് ഈ ഫീസിന് പുറമെയായി 5000 രൂപ അധികമായി കൈക്കൂലി വാങ്ങിയതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അതായത് 10 മാസക്കാലം ഈ ആഗസ്റ്റ് 6-ന്, അതായത് 2025 ആഗസ്റ്റ് 6-ന് ആദ്യമായി കീഹോൾ സർജറി വലതുവശത്ത് ചെയ്തതിന് ശേഷം പിന്നീട് 10 മാസക്കാലം പഴുപ്പ് നിറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും എന്തുകൊണ്ട് അതിന് ഉതകുന്നതായിട്ടുള്ളൊരു ചികിത്സ നൽകിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പഴുപ്പ് മാറിയില്ല എന്നുള്ളൊരു ചോദ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം ലേസർ ചികിത്സ നൽകാമെന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ അതിനുള്ളൊരു സാഹചര്യം മെഡിക്കൽ കോളേജിലില്ല എന്ന് പല സാഹചര്യങ്ങളിലായി ആദ്യം നൽകാമെന്ന് പറയുന്നു, പിന്നെ നൽകാനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഡോക്ടർ വേണുഗോപാൽ ഒഴിയുകയുമായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പ്രിൻസിപ്പൽ സൂപ്രണ്ട് അടക്കം അന്വേഷണം 3-അംഗ സമിതി അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇവർ 2 ദിവസത്തിനകം DMEക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കേസ് നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ തലത്തിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ടുള്ള നിയമ നടപടികളിലേക്ക് സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെയും തീരുമാനം.